ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ഭാഗം 93 പ്രവർത്തികൾ 14 അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തലന്മാർ ഇക്കോന്യയിൽ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് സത്യസുവിശേഷം ഘോഷിച്ചതിനാൽ യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാനിടയായി എന്നും വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കിയെന്നും നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 94 പ്രവൃത്തികൾ 14 അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭാഗം 8 തൊട്ട് 20 വരെയുള്ള ഭാഗങ്ങളിൽ ലുസ്രയിലും ദെർബയിലും പ്രസംഗിച്ചതായിട്ട് നമുക്ക് കാണാം. വാക്യം 8 തൊട്ട് 10 വരെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ലുസ്ര എന്ന സ്ഥലം ദക്ഷിണ ഗലാത്യയിലെ ഒരു വലിയ പട്ടണമാണ്. റോമാ കൈസറുടെ കാലത്ത് റോമാ പൗരത്വം ലഭിച്ച അനേകരെ ഇവിടെ പാർപ്പിച്ചിരുന്നു. അതിൽ അനവധി യഹൂദന്മാരുമുണ്ടായിരുന്നു. തിമോഥെയോസിൻ്റെ ജന്മദേശമായിരുന്ന ഈ പട്ടണത്തിൽ പൗലോസ് 4 പ്രാവശ്യം സന്ദർശനം നടത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതെല്ലാം ഭാഗത്തുനിന്ന് നമുക്ക് പോകാം. പ്രവർത്തികൾ 16:1 പറയുന്നു, അവൻ ദെർബയിലും ലുസ്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. രണ്ടാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവർത്തികൾ 14:8 ലൂസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. മൂന്നാമതായിട്ട് 2 തിമോഥെയോസ് 3:11 രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് സുവിശേഷം അവിടെ അറിയിക്കുന്ന പൊതുസ്ഥലത്ത് അടുത്തായിരിക്കണം പ്രസ്തുത വ്യക്തി ഇരുന്നിരുന്നത്. ആയതിനാൽ ദൈവവചനം ശ്രവിക്കുന്നതിനായിട്ട് അവിടെ എത്തപ്പെട്ടതാകാം. പൗലോസ് അവനെ കണ്ടിട്ട് അവന് സൗഖ്യം പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി അവനോട് എഴുന്നേറ്റ് കാലൂന്ന് നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ ഉടൻ തന്നെ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇവിടെ പൗലോസ് മുടന്തൻ്റെ വിശ്വാസം തിരിച്ചറിഞ്ഞത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. അവനോട് എഴുന്നേറ്റ് നിൽക്കുവാൻ കൽപ്പിച്ചുകൊണ്ട് പൗലോസ് അവൻ്റെ വിശ്വാസത്തെ ധൈര്യപ്പെടുത്തി. ദൈവത്തിൻ്റെ കൃപയും രോഗസൗഖ്യവും ആവശ്യമുള്ളവരുടെ വിശ്വാസത്തെ തിരിച്ചറിയേണ്ടതിന് വിശ്വാസികൾ ആത്മീയ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് വേണ്ടത്. ഇവിടെ പ്രവർത്തികൾ 14 അധ്യായം 11 വാക്യത്തിൽ പറയുന്നു, പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. പൗലോസിലൂടെ ദൈവം മുടന്തനെ സൗഖ്യമാക്കിയത് അവിടെ കൂടിയിരുന്ന പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അവർ ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു. ഈ അത്ഭുതം അവർക്ക് ദൈവികമായ പ്രവൃത്തിയായി തോന്നി. മെഡിറ്ററേനിയൻ തീരത്തുള്ളവർ ഗ്രീക്കും അവരുടെ ദേശീയ ഭാഷയായ ലുക്കവോന്യ ഭാഷയും ഉപയോഗിച്ചു വന്നു. നാം പ്രവൃത്തികൾ 14 അധ്യായം 12, 13 വാക്യങ്ങളിൽ വായിക്കുന്നു, ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രാസംഗികനാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്ര പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തെങ്കിൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ബർന്നബാസിന് പുരുഷാരം
സേയൂസ് അഥവാ ഇന്ദ്രൻ എന്നും. പൗലോസിന് മുഖ്യ പ്രാസംഗികനാകിയാൽ ഹെർമീസ് അഥവാ ബുധൻ എന്നും പേർ വിളിച്ചു. കാരണം അവരെ ഉയരത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന ദേവന്മാരെന്ന് അവർ ധരിച്ചു. ആ പട്ടണത്തിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ പൂമാലകളെയും യാഗം കഴിപ്പാനായി കാളകളെയും ഗോപുരത്തെങ്കിൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടി യാഗം കഴിപ്പാനായി ഭാവിച്ചു എന്ന് നാം കാണുന്നു. പ്രവൃത്തികൾ 14:14 15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു. പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവരുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർക്ക് പുരോഹിതൻ്റെയും ജനത്തിൻ്റെയും ഇപ്രകാരമുള്ള പ്രവൃത്തിയും നിലവിളിയും കേട്ടിട്ട് തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് ഉച്ചത്തിൽ അവരോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നാം യാക്കോബിൻ്റെ ലേഖനം 5:17 നാം വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. ആയതിനാൽ നിങ്ങളുടെ ഇപ്രകാരമുള്ള വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് സകലത്തെയും ഉളവാക്കിയവനും സർവത്തിൻ്റെയും ഉടയവനുമായ ജീവനുള്ള സത്യദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന സുവിശേഷം അവരെ അറിയിച്ചു. നമുക്ക് ചിന്തിക്കാം, ഈ വ്യർത്ഥ കാര്യങ്ങൾ എന്ത്? വ്യർത്ഥ കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ, നിത്യമായ മൂല്യമില്ലാത്ത കാര്യങ്ങൾ, പാപം, അഭിമാനം, ധനം, സ്ഥാനമോഹം, വിഗ്രഹാരാധന, ലോകസുഖങ്ങളിൽ മാത്രം ആസക്തി എന്നിവയാണ്. ഇവയൊക്കെയും വ്യർത്ഥമെന്ന് പറയപ്പെടുന്നു. കാരണം ഇവ നമുക്ക് നിത്യജീവിതം നൽകുന്നില്ല. ബൈബിൾ പറയുന്നു, മനുഷ്യൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എന്ത് പ്രയോജനം? ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. രണ്ടാമതായിട്ട്, സത്യദൈവം ആരാണ്? ഇവിടെ പൗലോസ് പറയുന്നത് സത്യദൈവത്തെ ആരാധിക്കണം. സത്യദൈവം ആരാണ്? സകലത്തെയും സൃഷ്ടിച്ചവൻ, എല്ലാറ്റിനും അധികാരിയായവൻ, ജീവിക്കുന്ന ദൈവം അവൻ ഒരുവൻ മാത്രം. അവൻ സൃഷ്ടാവാണ്, പരിപാലകനാണ്, ന്യായാധിപനാണ്, രക്ഷകനാണ്, അൽഫയും ഒമേഗയുമാണ് എന്ന് തിരുവചനം പറയുന്നു. മരിച്ച വിഗ്രഹങ്ങളല്ല, മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളല്ല, ജീവിക്കുന്ന ദൈവം മാത്രമാണ് സത്യദൈവം, സർവത്തെയും ഉളവാക്കിയ സത്യദൈവം. ആ ദൈവത്തെ തിരിച്ചറിയണം. മൂന്നാമത്, തിരിയുക എന്നതിൻ്റെ അർത്ഥം ഇത് ഒരു സാധാരണ മാറ്റമല്ല, ഒരു പൂർണ്ണമായ മാനസാന്തരമാണ്. പാപത്തിൽ നിന്ന് തിരിയുക, സ്വയം ആശ്രയത്തിൽ നിന്ന് ദൈവ ആശ്രയത്തിലേക്ക് വരിക, ലോകസുഖത്തിൽ നിന്ന് ദൈവസുഖത്തിലേക്ക് വരിക. അതിനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. ഇത് ഹൃദയത്തിൻ്റെ ദിശ മാറ്റുന്നതാണ്. ഭൗതികമായ ചിന്താഗതികളിലോ താൽക്കാലികമായ കാര്യങ്ങളിലോ മനസ്സുവെച്ച് അതിൻ്റെ പിൻപറ്റുന്നതല്ല. ഒരു നിത്യ ഗേഹത്തിലേക്ക് പോകത്തക്കതുപോലെ ദൈവം എന്താഗ്രഹിച്ചോ, എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചോ, അതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി ദൈവത്തെ അനുകരിക്കുക. ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവമായിരിക്കണം. ലോകത്തോട് മാറി നിന്നുകൊണ്ട് ലോകമല്ല, എനിക്ക് കാണുവാൻ ഒരു ശാശ്വത സമാധാനമുള്ള നിത്യരാജ്യമാണ് വേണ്ടതെന്നുള്ള ചിന്തയിലേക്ക് തിരിയണം. നാലാമത്, എന്തുകൊണ്ട് തിരിയണം? മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തോടുള്ള ബന്ധത്തിനായിട്ടാണ്. പാപം ആ ബന്ധം തകർത്തു. അതുകൊണ്ട് വീണ്ടും ദൈവത്തിങ്കിലേക്ക് മടങ്ങണം. എന്ത് ഉദ്ദേശത്തോട് ദൈവം നമ്മെ സൃഷ്ടിച്ചുവോ ആ ഉദ്ദേശത്തിലേക്ക് നാം തിരിയണം. അതിന് ദൈവത്തിന് സഹായം ഉണ്ടാകും. ദൈവത്തിങ്കിൽ തിരിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പാപക്ഷമ ലഭിക്കുന്നു, ഹൃദയശാന്തി, സമാധാനം ലഭിക്കുന്നു. സമാധാനം, ദുഷ്ടൻ്റെ ഹൃദയം എപ്പോഴും ചഞ്ചലപ്പെട്ടതാണ്, അവന് ശാന്തിയില്ല, സമാധാനമില്ലെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് സമാധാനം, സന്തോഷം, ഹൃദയശാന്തി നമുക്ക് ലഭ്യമാകുന്നു. ദൈവത്തോട് ചേരുമ്പോൾ, തിരിയുമ്പോൾ ജീവിതത്തിന് ഉദ്ദേശം ലഭിക്കുന്നു. ഒരു നിത്യ ഉദ്ദേശം, താൽക്കാലികമല്ല, അതൊരു നിത്യമാണ്. അത് നിത്യപ്രത്യാശയാണ്. നിത്യജീവിതത്തിൻ്റെ പ്രത്യാശ
നമുക്ക് അധികമായി ലഭിക്കുന്നു. അനുദിനം നാം കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയായിത്തീരുന്നു. അഞ്ചാമത്, പ്രായോഗികമായി എങ്ങനെ തിരിയാമെന്ന് നോക്കാം. സ്വന്തം പാപങ്ങളെ തിരിച്ചറിയണം. രണ്ടാമത്, ഹൃദയപൂർവ്വം മാനസാന്തരം ചെയ്യുക, മാറ്റപ്പെടുക പൂർണ്ണമായിട്ട്. മൂന്നാമത്, ദൈവത്തോടെ പ്രാർത്ഥിക്കുക, നമ്മുടെ മാറ്റത്തിന് വേണ്ടി നമ്മളെ സഹായിപ്പാനായിട്ട്, ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ ശുദ്ധിയുള്ളവരായി തീരണം. ദൈവവചനത്തിൽ നടക്കണം. ദൈവവചനം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് തിരുവചനം പറയുന്നത് അതുകൊണ്ടാണ്. അവൻ ആട്ടിരെഴുത്ത് കണ്ടിരിക്കുന്നത് കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറയുന്ന ഒരു നിത്യ ചൈതന്യം അവനിൽ ഉളവാകും. നീതിയുള്ള ജീവിതം നയിക്കുക. ഈ ലോകത്തിൻ്റെ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി പ്രയത്നിച്ച് നഷ്ടപ്പെടുവാനുള്ളതല്ല, നീതിയുടെ നല്ല ഫലം പുറപ്പെടുവിക്കാൻ നമ്മളുടെ. ആറാമതായിട്ട് ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഇരുട്ടിൽ വഴിതെറ്റി നടക്കുന്നു എന്ന് കരുതുക. അവൻ കയ്യിലുള്ള ചെറിയ വിളക്കുകളെ അഥവാ ലോകസുഖങ്ങൾ ആശ്രയിക്കുന്നു. പക്ഷേ അവൻ സൂര്യൻ്റെ വെളിച്ചത്തിലേക്ക്, അഥവാ ദൈവത്തിൻ്റെ സത്യം തിരിഞ്ഞാൽ മാത്രമേ അവന് ശരിയായ വഴി കാണാൻ സാധിക്കൂ. ഈ ചെറിയ വിളക്ക് കെട്ടുപോകുമെന്നുള്ള അവന് ആ ഉത്ബോധമുണ്ടാകണം. ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിടക്കുവാനുള്ള പ്രകാശത്തിലേക്ക്, സൂര്യൻ്റെ നിത്യപ്രകാശത്തിലേക്ക് കടന്നു വരണം. അവന് ശരിയായി കാണുവാൻ കഴിയും, അവന് വഴി തിരിച്ചറിയുവാൻ സാധിക്കും. അതാണ് മനുഷ്യ ജീവിതത്തിൽ വേണ്ടത്. ഒടുവിലായി പറയാനുള്ള വ്യർത്ഥ കാര്യങ്ങൾ നമ്മെ നശിപ്പിക്കും. എന്നാൽ സത്യജീവിതത്തിലേക്ക് തിരിയുക എന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും രക്ഷയും കണ്ടെത്താനുള്ള ഏക മാർഗമാണെന്ന് ഓർക്കുക. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം രക്ഷയും കണ്ടെത്താനുള്ള ഏക മാർഗമാണ്. ആയതിനാൽ ഇന്ന് തന്നെ നാം ഓരോരുത്തരും വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുക. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നത്. ഓർക്കുക സഹോദരങ്ങളെ, ദൈവവചനമാണ് നമ്മളെ നേർപാതയിൽ നടത്തുന്നത്, നമ്മുടെ വഴികാട്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവഹിതാനുസരണം മുന്നോട്ട് വഴി നടത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുക. നഷ്ടപ്പെട്ടു പോകുവാൻ, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സത്യദൈവമായ ആ നിത്യദൈവത്തെ നാം സത്യത്തിലും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ആരാധിക്കണം. കാണുന്നതൊക്കെയും നശ്വരമാണ്, നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. ഏത് നിമിഷവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. നിൻ്റെ സങ്കല്പങ്ങൾ, നിൻ്റെ സ്വപ്നങ്ങളൊക്കെയും നഷ്ടമാകും, വ്യർത്ഥമാകും. ഒന്നും നിനക്ക് കൂടെ കൊണ്ടുപോകാനൊക്കത്തില്ല. ഈ സത്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ സത്യം അറിഞ്ഞിട്ടും ആ തിന്മയെ പിൻപറ്റുന്ന അനേകരുണ്ട്. മറ്റുള്ളവരെ ദുഷിക്കുക, മറ്റുള്ളവരെ നിന്ദിക്കുക, മറ്റുള്ളവരെ ത്യജിക്കുന്ന സ്വാർത്ഥതയുടെ അനുഭവത്തോടെ ജീവിക്കുന്ന അനേകരുണ്ട്. അവരെ അല്ല നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. വിശുദ്ധന്മാരായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, ദൈവവചനം, ദൈവത്തെ വേണം. അങ്ങനെ നാം വിശുദ്ധരായിട്ട് നിർമ്മലരായിട്ട് ഈ ലോകത്തിലെ അല്പകാല ജീവിതം നയിച്ച് ആ നിത്യസ്വസ്ഥതയിലേക്ക്, ആ ദൈവീയ ചൈതന്യത്തിലേക്ക് നാം കൂട്ടിച്ചേരുവാൻ തക്കൊണ്ട് ഇടയായി തരട്ടെ. നിങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ.